ഇന്നത്തേത് ഒരു ചക്കക്കൂട്ടാനാണ്. ഇവിടെ ചക്കക്കാലമായ മിക്ക ദിവസങ്ങളും ചക്ക കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് അച്ഛൻ രാവിലെ തന്നെ ഒരു ചക്ക പറിച്ചു തന്നു. ആ ചക്കയാണ് ഞാൻ ഉരിഞ്ഞെടുക്കുന്നത്. അധികം മൂക്കാത്തൊരു ചക്കയാണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കണ്ടില്ലേ, അധികം മൂത്തിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ മേശക്കത്തി വെച്ചിട്ട് തന്നെ എളുപ്പത്തിൽ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മുറിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇന്ന് ഞാൻ ഒരു മൺചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. അധികവും ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കാറ്. പക്ഷേ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി മൺചട്ടിയിൽ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ചട്ടിയിൽ വേവിക്കുന്നത് കൊണ്ട് ഒരു 10-25 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ ചക്കയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് പച്ചത്തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കും. എന്നിട്ടാണ് പിന്നെ അതിലേക്ക് വറവിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചക്കയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാത്രം വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വറവിന് വേണ്ടിയുള്ള കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കണം. പിന്നെ കറിവേപ്പിലയും 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ആ വറ്റൽമുളകും പൊട്ടിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചിടുക. അതും കൂടി ചതച്ചിട്ട ശേഷം അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. വറവിന് നമ്മൾ കുറച്ചധികം തേങ്ങ തന്നെ എടുക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതൊന്ന് നല്ല ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ആ തേങ്ങ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കണം. അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഒന്ന് തേങ്ങയ്ക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചക്കക്കൂട്ടാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മിക്ക വീടുകളിൽ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. എന്നാലും ഈ റെസിപ്പി ഒന്നുകൂടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആയാലും വെറുതെ ആയാലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ടും ചെയ്യുക.